പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ നേവി SSR എയർ റിക്രൂട്ട്മെന്റുകൾ വിളിച്ചിരുന്നു. അപ്പോൾ അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 5 വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇന്ത്യൻ നേവി SSR എയർ റിക്രൂട്ട്മെന്റുകൾ അപേക്ഷിച്ചവരാണെങ്കിലും ഇനി അപേക്ഷിക്കാൻ നാളെ വരെയാണ് അവസാന തീയതി, അപേക്ഷിക്കാൻ പോകുന്നവരാണെങ്കിലും തീർച്ചയായും നിങ്ങൾ സിലബസിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. രണ്ടാമത് നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ റിഡക്ഷൻ മാർക്ക്, അതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ അധികം ശ്രദ്ധിക്കാതെ തന്നെ നമ്മുടെ മാർക്ക് കൊണ്ട് കളയും. സോ അതുപോലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും ഇന്ത്യൻ നേവി SSR എയർ റിക്രൂട്ട്മെൻറ്റ് അപേക്ഷിച്ച ഒരു വീഡിയോ അവസാനം വരെയും കണ്ട് മനസ്സിലാക്കാം. ഇന്നത്തെ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഒരുപക്ഷെ നിങ്ങൾ അവസാനം വരെ കാണുമ്പോഴത്തേക്കും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ടാകാം. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. മേജർ നേവി ട്രെയിനിങ് അക്കാഡമി ഇന്ത്യൻ നേവി SSR എയർ റിക്രൂട്ട്മെൻറ്റുകൾക്കായിട്ട് ഒരു ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ട്രെയിനിങ് അക്കാഡമിയാണ് മേജർ നേവി ട്രെയിനിങ് അക്കാഡമി കരുനാഗപ്പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ കോച്ചിങ് നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നേവി SSR എന്തായാലും നിങ്ങൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഒരു കോച്ചിങ് എടുത്തിട്ട് എഴുതുവാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾ നല്ലൊരു കോച്ചിങ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഞാൻ പ്രിഫർ ചെയ്യുന്നത് മേജർ നേവി ട്രെയിനിങ് അക്കാഡമി കരുനാഗപ്പള്ളി. നല്ല ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അവരുമായി ബന്ധപ്പെടാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അവർ വാട്സപ്പിൽ പോകും. നിങ്ങൾക്ക് അവിടെ ഇന്ത്യൻ നേവി SSRമായി ബന്ധപ്പെട്ട ഡൗട്ടുകളും അതുപോലെ തന്നെ ഇന്ത്യൻ നേവി SSRന്റെ ഓൺലൈൻ കോച്ചിങ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് സിലബസ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ എക്സാമിനേഷൻ ടൈമുകളിൽ ശ്രദ്ധിക്കണം, അതുപോലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് തന്നെ എക്സാമിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് ഞാൻ തരാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഈ ഒരു എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. ഓക്കെ, ഒരു റിട്ടൺ എക്സാമിനേഷൻ ഒന്നുമല്ല, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. ഈ ഒരു എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അധികം റൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും ഒന്നും വരുന്നില്ല. എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. രണ്ടാമതായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇന്ത്യൻ നേവി SSR ആണെങ്കിലും ആണെങ്കിലും ഉള്ള കാര്യമാണ് പറയുന്നത്. ജനറൽ ഇൻഫോർമേഷൻ ആണ്. സോ ഇത് 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും മൊത്തമായിട്ട് ഉണ്ടാകുക. അടുത്തതായിട്ട് ഇതിൻ്റെ ലാംഗ്വേജിൻ്റെ കാര്യമാണ്. ബൈലിംഗ്വൽ ആയിരിക്കും, അതായത് ഇംഗ്ലീഷും കാണും ഹിന്ദിയും കാണും. നിങ്ങൾക്ക് ഒട്ടുമിക്കവർക്കും ഇംഗ്ലീഷ് അറിയാം. ഇനി ഹിന്ദി അറിയാവുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഒരു സൈഡ് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഏതാണോ പ്രിഫർ ചെയ്യുന്നത് അതനുസരിച്ച് വായിച്ചു നോക്കുക, ഉത്തരം അവിടെ രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന ആ ഒരു സിലബസ് എന്ന് പറയുന്നത് മെയിനായിട്ട് +2 സയൻസ് സിലബസുകളാണ് എക്സാമിനേഷൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സയൻസ് സിലബസിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പോലുള്ള സബ്ജക്റ്റാണ് മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ആയിട്ട് വരിക. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് 100 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓരോ പോസിറ്റീവ് മാർക്കിങ്, അതായത് ഓരോ ശരി ഉത്തരത്തിനും നിങ്ങൾക്ക് ഓരോ മാർക്കായിരിക്കും ലഭിക്കുക. ഓരോ തെറ്റുത്തരത്തിനും 0.25 മാർക്ക് വെച്ച് കുറയുകയും ചെയ്യും. അതായത് നിങ്ങൾ ഒരു ശരി ഉത്തരം എഴുതിയിട്ട് 4 തെറ്റുത്തരം എഴുതുകയാണെങ്കിൽ ആ ഒരു ശരി ഉത്തരത്തിൻ്റെ മാർക്ക് ഫുള്ളി കുറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു മാർക്ക് അവിടുന്ന് റെഡ്യൂസ് ആവുകയാണ്. ഓക്കെ, അടുത്തതായിട്ട് 1 മണിക്കൂറിൻ്റെ എക്സാമിനേഷൻ ആണുള്ളത്. 1 മണിക്കൂറിൻ്റെ എക്സാമിനേഷൻ മാത്രമാണുള്ളത്. 60 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക. അടുത്തതായിട്ട് 4 സെക്ഷനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് 4 സെക്ഷൻ ആയിരിക്കും ഉണ്ടാകുക. 4 സെക്ഷനാണ്. 1 ഇംഗ്ലീഷ്, 2 സയൻസ്, 3 മാത്സ്, 4 ജനറൽ നോളജ് GK ആണ് ഉണ്ടാകുക. അപ്പോൾ ശ്രദ്ധിക്കുക, 4 സെക്ഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഇംഗ്ലീഷ്, സയൻസ്, മാത്സ്, ജനറൽ നോളജ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് ഓരോ സെക്ഷനിലെയും ക്വസ്റ്റ്യൻ്റെ കണക്കാണ്. അതായത് ഓരോ ക്വസ്റ്റ്യൻ ഓരോ മാർക്കാണ്. 4 സെക്ഷൻസിൽ നിന്നും 25 ചോദ്യങ്ങൾ വെച്ചിട്ടായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 25 × 4 100 ക്വസ്റ്റ്യൻ. അപ്പം 4 സെക്ഷനിൽ നിന്നും 25 ക്വസ്റ്റ്യൻ 25 മാർക്കിനായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേക അഗ്രിഗേറ്റ് പെർസെൻറ്റേജ് വാങ്ങിയാൽ മാത്രമാണ് ഈ ഒരു ഇന്ത്യൻ നേവി SSR എയർ റിക്രൂട്ട്മെൻറ്റുകൾക്ക് നിങ്ങൾ ഓൺലൈൻ എക്സാമിനേഷൻ പാസ്സാകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 100 ചോദ്യങ്ങൾ 25 ചോദ്യങ്ങൾ വെച്ച് ഈ 4 സെക്ഷൻസിൽ നിന്നുണ്ടാകും. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക്, അതുപോലെ 0.25 ഡിഡക്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ മെയിനായിട്ടുള്ള സിലബസ് പറയുകയാണ്. അപ്പോൾ അത് ഇച്ചിരി ഒരു ബോറിംഗ് ആണ്. കാരണം ഫിസിക്സ്, മാത്സ്,
ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് അല്ലെങ്കിൽ GK ആണ് വരുന്നത്. അപ്പോൾ 4 സെക്ഷൻസിൽ നിന്ന് 25 ചോദ്യങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ വായിച്ചു പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ സിലബസ് അടങ്ങിയ ഒരു PDF താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു സിലബസ് ഒന്ന് എടുത്ത് നോക്കിയാൽ തന്നെ കുറച്ചുകൂടെ കാര്യം മനസ്സിലാവും. കാരണം ഞാൻ ഇപ്പോൾ ഓരോന്ന് വായിച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ വീഡിയോ ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ താഴെ ജസ്റ്റ് ഞാൻ ഒരു PDF കൊടുത്തിട്ടുണ്ട്. PDF ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫിസിക്സിൽ ഏതൊക്കെ സിലബസ് വരുന്നുണ്ടെന്ന് കറക്റ്റായിട്ട് കാണാം. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൽ എന്തൊക്കെ സിലബസ് എന്ന് കാണാം. ഇംഗ്ലീഷിലെ സിലബസും ജനറൽ അവയർനെസ്സിലെ സിലബസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ സിലബസ് ഓരോന്നും എടുത്ത് പറയാവുന്നതിൻ്റെ കാരണം വീഡിയോ കുറച്ചുകൂടെ ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. സോ ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം. ഈ ഒരു വീഡിയോ മറക്കാതെ നിങ്ങൾ മാക്സിമം സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനുള്ളവർ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബും ചെയ്യുക. സോ ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.